ജാസി കെട്ടി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടത്. എല്ലാത്തിനും ഡൂപ്പ് ഉണ്ട്, പെർഫ്യൂംസ് എല്ലാം ഡൂപ്പാണ്. നമ്മുടെ ബാർഗെയിനിങ് പ്രശ്നം ഉണ്ടെന്നാ തോന്നണ കേട്ടോ. ഇവരൊക്കെ 100 പറഞ്ഞത് 10 വാങ്ങിച്ചു എന്നാ പറയുന്നത്. 100 വയസ്സിന് മുകളിലുള്ള ചൈനീസ് അപ്പാപ്പനാണ്. ചൈനയിൽ വരുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ് എല്ലാത്തിൻ്റെയും കോപ്പി നമ്മൾക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളത്. സോ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് AP പ്ലാസ എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കോപ്പി കിട്ടുന്ന സ്ഥലം. അതായത് ഇവിടെ എല്ലാവരും തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അപ്പനെയും അമ്മനെയും ഒഴികെ എല്ലാത്തിൻ്റെയും കോപ്പി നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും എന്നുള്ളത്. ഇതാണ് AP പ്ലാസയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതൊരു മോൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ അണ്ടർഗ്രൗണ്ട് മോളാണ്, കവേർഡ് ആണ്. ഏറ്റവും കൂടുതൽ ഫേക്ക് ഐറ്റംസ് കിട്ടുന്ന ഒരു മോളും കൂടിയാണ് കേട്ടോ ഇത്. അതായത് ഏതിൻ്റെയും കോപ്പി നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണ് ഇത് ഫേമസ് ആവുന്നത് തന്നെ. സോ നമ്മളിപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോവുകയാണ്. നമുക്ക് ഒരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിംഗ് പോയിന്റിൽ നിൽക്കണം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട്. സോ നമ്മളിപ്പോൾ മീറ്റിംഗ് പോയിന്റ് അന്വേഷിച്ച് പോവാണ്. ഓക്കെ, ഇവിടെ മിക്ക ഷോപ്പ് ഓണേഴ്സും വീഡിയോസ് എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം ഫേക്ക് പ്രൊഡക്ട്സ് ആണല്ലോ അവർ വിൽക്കുന്നത്. സോ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വില എഴുതി വെക്കണം. വില എഴുതി വെക്കുന്നിടത്തുനിന്ന് പോയി വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ തോന്നും ഞാൻ പറ്റിക്കപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം ആര് വന്നാലും ആ ഒരാളെ കണ്ടിട്ടല്ലല്ലോ വില പറയുന്നത്. സോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനത്തെ കടകളിൽ നിന്ന് വാങ്ങാനാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും അങ്ങനെ എഴുതി വെക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർ ആൾക്കാരനുസരിച്ചിട്ടാണ് വില പറയുക. സോ നമ്മൾ കയറി വന്ന പാടെ തന്നെ ഒരു കടയിലുള്ള ഒരു ചേച്ചി നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ, ഇന്ത്യയിൽ നിന്നാണോ എന്ന്. സോ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണെന്ന്. അപ്പം തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മുടെ കൂട്ടർ പറയുന്നുണ്ടായിരുന്നു, അത് രാജ്യം അനുസരിച്ച് അവരെന്ത് ചെയ്യും, വില കൂട്ടിയും കുറച്ചൊക്കെ പറയും. കാരണം നമ്മുടെ ആൾക്കാർ കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണല്ലോ. പക്ഷെ ബാക്കിയുള്ള കൺട്രീസിൽ നിന്നുള്ളവർക്ക് അത്ര കഴിവുണ്ടാവണം എന്നില്ല. സോ അതെനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്നാലും എനിക്ക് എന്തെങ്കിലും നല്ല ഡ്രസ്സുകൾ എന്തെങ്കിലും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. സോ നമുക്ക് പോയി നോക്കി നോക്കാം. വേറൊരു സംഗതിയും കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ കോട്ടും സൂട്ടൊക്കെ തയ്ക്കാൻ കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുത്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴേക്കും അവരിത് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങനെ ടെസ്റ്റ് എന്താ പറയാ, ടൈലർ കറക്റ്റ് ടൈലറിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ ഞാൻ നോക്കി നടക്കുന്നത് എനിക്ക് പറ്റണ പോലത്തെ ഡ്രസ്സാണ്. പക്ഷെ അതൊന്നും ഇവിടെ കാണാനില്ല. കൂടുതലും ചൈനീസ് രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇവിടെ ഫുൾ ബാർഗെയിനിങ് നടക്കുന്നത് ഈ ഒരു കാൽക്കുലേറ്ററുമാണ് കേട്ടോ. അവർ ഫസ്റ്റ് ഒരു പ്രൈസ് കാൽക്കുലേറ്ററിൽ അടിക്കും, നമ്മൾ അതിൽ നിന്നും കുറച്ച് അടിക്കുക, പിന്നെ അവരതിൽ നിന്ന് കുറച്ച് കൂട്ടി അടിക്കും, പിന്നെ നമ്മൾ കുറച്ചടിക്കുക. അങ്ങനെ ഫുൾ ഈ ഒരു കാൽക്കുലേറ്ററുമാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അത് കുറച്ച് ടഫ് പരിപാടിയാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ചീപ്പാന്ന് വിചാരിച്ചിട്ടൊന്നും കുട്ടിക്ക് വരുമൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു കളർ വൈറ്റ് മീഡി നോക്കിയതിനാൽ അവർ പറഞ്ഞത് 350 യുവാനാണ്. അതായത് ഏകദേശം എത്ര രൂപയാടാ? അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 17 യൂറോ. അതായത് 1700 രൂപയെക്കാളും മേലെയാണ് അതിൻ്റെ പകുതി. അപ്പോൾ ഒരു 3000 ചില്ലാനൊക്കെയാണ് ഒരു മിഡിക്ക് പറയുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് അതും ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു മാർക്കറ്റൊന്നും അല്ല കേട്ടോ. ഞാനൊരു 5-6 കട ഇതിനുള്ളിൽ തന്നെ കയറി കഴിഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല സാധനങ്ങൾ, അതായത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇതിലും കാശ് കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ. സോ ചൈനയിൽ വന്നിട്ട് എനിക്കറിയില്ല എന്താണ് എല്ലാവരും ഇത്രമാത്രം ചീപ്പാണ് എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഏതും ചെന്ന് പിടിച്ചാലും അതിന് 500 യുവാൻ അല്ലെങ്കിൽ 600 യുവാൻ, അതിൻ്റെ ഇപ്പോൾ ഒരു പകുതി 40-30% പോലും എന്ന് പറഞ്ഞാലും അത് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ വൈറ്റ് മിഡിക്കൊക്കെ ഒരു 3500 രൂപ, വൈറ്റ് മിഡി അല്ല, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മിഡിക്ക് 3500 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അത് ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനത് ചീപ്പായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഈവൻ നെതർലാൻഡ്സിൽ വരെ എനിക്ക് അത്ര കാശ് കൊടുക്കേണ്ട വന്നിട്ടില്ല. അപ്പം ഇനി നമ്മൾ ഡ്രസ്സ് കണ്ടു, അത് നമുക്ക് ഒരിക്കലും പറ്റില്ല. അതിൽ നല്ലത് എനിക്ക് നെതർലാൻഡ്സിൽ നിന്ന് ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റംസ് എടുക്കുന്നതാണ് നല്ലത്. സോ ഞാനത് വിട്ടു. ഇനി നമ്മൾ വരുന്നേക്കുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ്, അതേപോലെ ബാഗ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളോട് കേട് പറഞ്ഞ റോളക്സിന്റെ ഡൂപ്പ് വരെ ഇവിടെ കിട്ടും എന്നുള്ളതാണ്.
നമുക്ക് നോക്കി നോക്കാം റോളക്സിന്റെ ഡൂപ്പ് കൂടി ഉണ്ടോ എന്നുള്ളത്. ഇതേതിന്റെ ഏതാ? ആ ഇങ്ങനത്തെ അല്ലേ മറ്റേ ആനന്ദ് അംബാനിയുടെ കൈ കിടക്കണ സാധനം. ആ ജാസി കെട്ടി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വാച്ചാണ് ഇട്ടത്. നസ്രിയുടെ കയ്യിലുണ്ട് ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം 23 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് കേട്ടോ. ആ കാശ് പറഞ്ഞല്ലോ 120. $150 കറുപ്പിക്കട്ടെ. Thank you, lady. No, 160. This is not a cotton, sir. 160 for 2. Okay. Okay. എത്രയാ 160 എന്ന് പറഞ്ഞാൽ എത്രയാ? 160 രണ്ടെണ്ണത്തിന്. അങ്ങനെ ചൈനയിൽ പോയിട്ട് ഞാനൊരു കച്ചവടക്കാരി ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ വില പേശി 2 മിഡി വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരുകാരെ എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ളവരൊക്കെ പറയാം ബിസിനസ്സുകാരാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ലെവലേശം മണം പോലും കിട്ടിയിട്ടില്ല. എന്നാലും ചൈനയിൽ പോയിട്ട് ഞാനൊരു വലിയ കച്ചവടക്കാരിയായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ക്ലിപ്പ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയുടെ സീനായിരുന്നു കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിത് കാണണം കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു കോമഡി സീനാണ് നമ്മുടെ ഇന്നസെന്റും കൊച്ചിൻ ഹനീഫയും തമ്മിലുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങടും ഇങ്ങടും പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. എന്നാലും ഇവർ കോൺവെർസേഷൻ അവസാനിക്കില്ല. അതേപോലെയായിരുന്നു എനിക്കും ആ അമ്മാവയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും കച്ചവടം ഞങ്ങൾ രണ്ടുപേരും കൂടി നടത്തി കേട്ടോ. ഈ അമ്മാമയും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭീകരി തന്നെ ഗൈസ്. അപ്പൊ നമ്മൾ 2 മിഡി വാങ്ങിച്ചു. 2 വൈറ്റ് കളർ മിഡി തന്നെയാണ് എടുത്തേ. സംഭവം ഒരു മിഡിക്ക് 1000 രൂപ ആയിട്ടാ. പക്ഷെ ചീപ്പൊന്നല്ല, ഒരു മിഡിക്ക് 1000 രൂപ, 2 മിഡി 2000 രൂപ. അപ്പോൾ അതിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് വൈറ്റ് മിഡി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് കാരണം കൊണ്ട് ഞാൻ കണ്ടപ്പോൾ പിന്നെ ആ ഒരു അമ്മാമ പാവം പോലെ എനിക്ക് തോന്നി. ആ ഒരു മനസ്സലിവിൽ ഞാൻ വീണുപോയി. അതാണ് ഉണ്ടായേ. അപ്പം നമ്മൾ 2 മിഡി വാങ്ങിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഒറ്റം കുറച്ച് നേരമായി നമ്മുടെ പിന്നാലെ നടക്കണം. നമ്മൾ DJയുടെ ആണ് ഗിംബലും മൈക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ആ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി അവ നമ്മുടെ പിന്നാലെ നടക്കണം. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ചേട്ടാ വേണ്ട, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇലക്ട്രോണിക്സ് സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു മോളല്ല ശരിക്കും ഇത്. ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായി. കുറെ കടകള് അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിളിക്കും. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തമാശ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് അടിച്ച് വിടുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ മലയാളികളാണല്ലോ, നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹൈ ബ്രാൻഡ് പെർഫ്യൂമുകളുടെ ഒക്കെ എന്താ എല്ലാത്തിനും ഡൂപ്പുണ്ട്. പെർഫ്യൂംസ് എല്ലാം ഡൂപ്പാണ്. പിന്നെ എന്താ നമ്മുടെ സ്കിൻ കെയർ നടത്തുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതൊന്നും ഇവിടുന്ന് വാങ്ങിച്ച് തേക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല കേട്ടോ. ആരും വാങ്ങണ്ട കേട്ടോ, വില കുറവാന്ന് വിചാരിച്ച് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയി തേക്കരുത്. ഇതൊക്കെ ഡൂപ്പാണ്. ഇപ്പൊ ഞാൻ എടുത്ത് പിടിച്ചിരിക്കുന്ന ഈ ഒരു ഷൂവിന് ഏകദേശം ഒറിജിനൽ ബ്രാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,000 രൂപ വരെയാണ് കേട്ടോ. ഇതിന്റെ ബ്രാൻഡ് ഏതായിരുന്നു? ടൈഗർ തന്നെയാ, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് വാങ്ങണം, ഷൂ വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് വാങ്ങുന്നില്ല. നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ഇത് ഡൂപ്പാണ് കേട്ടോ. അതായത് എന്താ പറയാ, റിച്ച് ആയിട്ട് നടക്കണമെന്ന് ആൾക്കാരെ ഷോ ചെയ്യിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകും. ചൈനയിൽ നിങ്ങൾ വന്ന് ചീപ്പ് ഐറ്റംസ് വാങ്ങാൻ AP പ്ലാസ വരണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഈവൻ ഇപ്പോൾ നമ്മൾ എൻ്റെ വീട് കൊടകരയാണല്ലോ. അപ്പോൾ അവിടെ തന്നെ കുറേ കുഞ്ഞു കടകളുണ്ട്. അവിടെ നിന്ന് ഞാൻ കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് പോകലുണ്ട് കേട്ടോ. കാരണം ചില റയർ ഐറ്റംസ് ഒക്കെ നമ്മുടെ അവിടെയും നല്ല വിലക്കുറവിന് നല്ല മോഡലുകൾ കിട്ടലുണ്ട്. അത്രയൊന്നും എനിക്ക് ഇവിടെ തോന്നുന്നില്ല. നമ്മുടെ ബാർഗെയിനിങ്ങിന് പ്രശ്നം ഉണ്ടെന്നാ തോന്നണ കേട്ടോ. ഇവരൊക്കെ 100 പറഞ്ഞത് 10 വാങ്ങിച്ചു എന്നാ പറയുന്നത്. ഞങ്ങൾ ഇനി ഇവരുടെ ഒപ്പം കൂടിയാലോ എന്ന് ആലോചിക്കാൻ. നമ്മളും നിസ്സാരക്കാരൊന്നുമല്ല. 350 പറഞ്ഞത് ഞങ്ങള്
100 ചില്ലാന് വാങ്ങിച്ചു. അയ്യോ അത്രയും ഉണ്ടാവില്ല ചിലപ്പോ. ഇതിന് കാശ് കുറവായിരിക്കും. എനിക്ക് ബാർഗൈൻ സ്കിൽ കുറവാ. എനിക്ക് 100 തന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വേണ്ട 70 ചോദിക്കായിരുന്നു. അതാണ് അവർ 1000 പറഞ്ഞാൽ നമ്മൾ 200 എങ്കിലും ചോദിക്കില്ലേ? അവരുടെ ടെക്നിക്ക് അതാ. പക്ഷെ നമുക്കറിയാതെ 50 100 കൂടുതലുണ്ടാവും. അല്ല 100 നമുക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ വാങ്ങിക്കാം. അതായത് ആന്റിയുടെ അടുത്ത് ഒരു കഫ്താൻ പോലത്തെ ഒരു ഡ്രസ്സ് ആള് എടുത്തപ്പോ 580 അവര് പറഞ്ഞത് കേട്ടോ. ആളത് 100-നാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മുടെ ബാർഗൈൻ സ്കിൽ കുറവായ കാരണം കൊണ്ടായിരിക്കും. എന്നോട് പറഞ്ഞത് 350 ആയിരുന്നു. നമ്മളത് 2 അത്ര 100 ചില്ലാനാണ് വാങ്ങിച്ചത്. പക്ഷെ ഇവരെ കൊണ്ടുപോയെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ 100-ന് ഒക്കെ കിട്ടിയാന്. നമുക്ക് ആ ഒരു സ്കില്ല് നന്നായിട്ട് വേണം കേട്ടോ. ഞങ്ങളിപ്പോ ഇവരെ പിന്നാലെ പിടിച്ചേക്കാണ്. കാരണം ഇവര് അത് എടുത്തൂലോ 550-ന്റെ. ഇവര് 100-ന് എടുത്തു കഴിഞ്ഞപ്പോ ആ ലേഡി പറഞ്ഞു ഇനി ഒരെണ്ണം കൂടി എടുക്കണമെങ്കിൽ 80-ന് തരാന്ന്. അപ്പൊ ഞങ്ങൾ ഇവരെ പിന്നാലെ പിടിക്കാം. ആ 80-ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മള് അടുത്ത ബാഗ് ഇവിടുന്ന് വാങ്ങിച്ചു. ഈ ബാഗ് എന്ന് പറയുന്നത് 280 ബാക്ക് ബാഗ് ആണ്. അത് 280-നാണ് അവര് പറഞ്ഞത്. നമ്മള് 70-ന് സ്റ്റാർട്ട് ചെയ്ത് 75-ന് വാങ്ങിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സ്കില്ല് ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഒന്നും നടക്കില്ല മക്കളെ. നമ്മള് മുത്തുണ്ണിക്ക് ഒന്നല്ല 2 ബാഗ് വാങ്ങിച്ചു. ആ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഈ ഒരു ബാഗായിരുന്നു. ഇതിന് അവര് പറഞ്ഞത് എത്രയായിരുന്നു? 300 യൂറോയാ, 350 യൂറോ ആയിരുന്നു. നമ്മൾ വാങ്ങിച്ചത് 150-നാണ് രൂപയല്ല, യുവാൻ. 350 യുവാനായിരുന്നു. നമ്മളിത് വാങ്ങിച്ചത് 150 യുവാനാണ് കേട്ടോ. ഇതിന്റെ വേറൊരു കളറാണ്. നമ്മൾ ടഫിൾ ബാഗ് നമുക്ക് എവിടെയെങ്കിലൊക്കെ താങ്ക് യു ടഫിൾ ബാഗ് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിപ്പമുള്ളത് നോക്കി വാങ്ങിച്ചതാണ്. അതിന് ഇത്ര കാശാണ് ആയിട്ടുള്ളൂ. ഇത് കൂടാതെ വേറൊരു ലെതർ ബാഗ് പോലത്തെ ഒരു ബാഗും കൂടി ഞങ്ങൾ വാങ്ങിച്ചു. അതിനായത് 120. ഇത് വെർത്താണ് കേട്ടോ. അതായത് ശരിക്കും നിങ്ങൾക്ക് ബാർഗെയിൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ആൻറ്റി താങ്ക് യു സോ മച്ച്. That's an art. This നമ്മളിങ്ങനെ വില കുറച്ച് ചോദിക്കുന്നത് മോശമാണ് അത്. പക്ഷെ എന്നാലും വി ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഈ ഒരു വലിയ ബാഗും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ബാഗും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മിഡിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വെക്കുന്നത്. അയ്യോ നമ്മുടെ ഗിമ്പിൾ അത്ര ശരിയാവുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് എന്താ കിട്ടാമെന്ന് നോക്കിയിട്ട് പോവാം. അതായത് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഒരു 350 പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മനസാക്ഷിയുടെ പേരിൽ നമ്മൾ 150 ചോദിക്കുമല്ലോ. അത് അവർ സൈക്കോളജി ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ ആ 150 മതി. അവർക്കത് ഡബിളും ത്രിബിളും ആണ്. അപ്പോൾ ആ ഒരു സൈക്കോളജി അവർ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ആ ഒരു മനസാക്ഷി നോക്കരുത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ മനസാക്ഷി നോക്കരുത്. ഞാൻ അവരെവിടെ ഒന്ന് നോക്കിയതാണ്. എനിക്ക് കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആന്റീനെയും അങ്കിളിനെയും വീടാണ്ട് പിടിച്ചിരിക്കുകയാണ്. ലക്ഷറി ബാഗുകളുടെ ഒരു സ്റ്റോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. LV, ഷാനൽ, MK അങ്ങനെ എല്ലാവിധ ബ്രാൻഡ് ബാഗുകളും ഇവിടെ കിട്ടും. ഗൈസ് 680 അല്ലെ, 680-ന് പറഞ്ഞ സാധനം 160-ന് വാങ്ങിച്ചു. പ്രൈസ് 680. അങ്ങനെ എല്ലാവരും കയ്യും കാലും ഒക്കെ നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എവിടേക്ക് പോവാണ്? ഇന്ന് നമ്മള് ഷാങ്ഹായി റിവർ ക്രൂസ് ഉണ്ട്, അതിന് പോവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഷാങ്ഹായി റിവർ ക്രൂസിലെത്തിയിട്ട് കാണാം. ഞങ്ങളും വാങ്ങിച്ചൊരു ബാഗ്. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റിവർ ക്രൂസിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടിക്കറ്റ് തന്നു. ഇതിൽ ഏകദേശം 150 യുവാനാണ് ഒരാൾക്ക് എന്നാണ് കാണിക്കണേ. 1 hour ജേണി ആയിരിക്കും. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടൈം 6:30 ആണ് കേട്ടാ. പോവാൻ നേരമായി. നമ്മൾക്കുള്ള വിളി വന്നിട്ടുണ്ട്. ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മള് റിവർ ക്രൂസിന് പോവാണ്. ഷാങ്ഹായിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ് ഈ ക്രൂസ്.
വേറെ ഒന്നും കൊണ്ടല്ല. ഈ റിവറിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് 2 ഡിഫറെന്റ് ലെവലിലുള്ള ഷാഹായാണ് കാണാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഷാഹായും, പിന്നത്തെ ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള ഷാഹായുമാണ് കാണാനായിട്ട് പറ്റുക. അതായത് പണ്ട് കാലത്തെ. അപ്പൊ നമ്മളിപ്പോ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്ക്. ഞാൻ അവിടെ എത്തിയിട്ട് പറയാവേ. എക്സ്ക്യൂസ് മീ, വിച്ച് ബോട്ട്? ദിസ് വൺ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവരെല്ലാവരും മാറി മാറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെ രൂപത്തിലാണ് ഫേമസ് ആവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്റെ വിചിത്രമായ ഫോട്ടോസ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഇവരെ ലീക്കായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്രൂസിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കണ്ടാ, എനിക്ക് തോന്നുന്നതേ ഇവർക്ക് ഈ കണ്ണ് വലിയ ആൾക്കാരെ ഭയങ്കര ഇഷ്ടാ തോന്നുന്നുണ്ട്. അതാണ് ഇവര് പറയണ ഭയങ്കര ക്യൂട്ടാന്ന്. അപ്പൊ ചൈനീസ് അപ്പാപ്പനാണ്. ഏകദേശം 100 യൂറോ. എന്താ പ്രശ്നം? ഓക്കെ, ഫോട്ടോ എടുക്കാനാണ്. എല്ലാവരും ആയോ? ആളുടെ ഫോട്ടോ എടുക്കാനാണ് ആൾ ഉദ്ദേശിക്കുന്നത്. 100 വയസ്സിന് മുകളിലുള്ള ചൈനീസ് അപ്പാപ്പനാണേ. അയ്യോടാ, പാവുണ്ടല്ലേ, ക്യൂട്ടപ്പാപ്പൻ. ശരിക്കും അപ്പൊ ഈ ഒരു ബോട്ടിൽ നമ്മൾ എല്ലാ നിലയിലും പോയി. പക്ഷേങ്കിൽ എവിടെയും നമുക്ക് ഇരിക്കാനായിട്ടൊരു സൗകര്യം ഒന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ 1 മണിക്കൂർ നിന്ന് പോകേണ്ട ഒരു ടൂറാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അത് കുറച്ച് കഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മുകളിലത്തെ ഫ്ലോറിൽ അവർ പറയുന്നത് VIP ടിക്കറ്റ് വേണം എന്നുള്ളതാണ്. പിന്നെ 2ാമത്തേൽ അവർ ആരും കയറ്റുന്നില്ല. 3ാമത്തേല് വാങ്ങണം, എന്നാലാണ് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുക. സോ ഇതൊരു ചെറിയൊരു ഡൈപ്പ് മണക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് എന്തായാലും കൂൾ അറ്റ്മോസ്ഫിയർ ആയ കാരണം കൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലാവാം. സൺസെറ്റ് സമയത്തോടു കൂടി തുടങ്ങിയ നമ്മുടെ ഈ ഒരു ബോട്ട് യാത്ര പകൽ സമയത്ത് ആ ഒരു വെളിച്ചത്തിലും അതേപോലെ നിയോൺ വെളിച്ചത്തിലും നമ്മൾ കണ്ടു കേട്ടോ. ശരിക്കും ഇങ്ങനെ 2 രീതിയിലും നമ്മൾ ഷാഹായി കാണണം. കാരണം ഭയങ്കര ക്രൗഡഡും അതേപോലെ ബഹുനില കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക സ്ഥലം തന്നെയാണല്ലോ ഷാഹായി എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ആ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഷാഹായി കാണാൻ വേണ്ടി എത്തിയവരായിരുന്നു കേട്ടോ. സോ എല്ലാവർക്കും നമ്മളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ക്യൂ നിൽക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോരുത്തരോടൊപ്പം അവർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നമ്മുടെ കണ്ണുകൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴൊക്കെ പല ഭാഗത്ത് നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മളും വലിയ ആൾക്കാരായ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളൊരു ബിയറും കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയല്ലേ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കണ്ടാലോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.